എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 1 തീയതി വരെയാണ്. സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റുന്നതും ഈ പറഞ്ഞ നവംബർ 1 തീയതി വരെയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയെങ്കിൽ മാത്രമാണ് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. അലോട്ട്മെന്റ് കിട്ടാത്തവർ ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ടോക്കൺ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന ഫീ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചസ് വഴിയും ടോക്കൺ ഫീസ് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടിയവർ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമാണ് അവർക്ക് കിട്ടിയ സീറ്റ് കൺഫേം ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആ സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. സോ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും കൃത്യസമയത്തിനുള്ളിൽ അത് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ആരും കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്താൽ മതിയാവും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് ടോക്കൺ ഫീസ് എത്ര രൂപയാണെന്ന് അറിയാനായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ പേയ്മെന്റ് ഓപ്ഷൻ പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോക്കൺ ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ ടോക്കൺ ഫീസ് പേ ചെയ്യുക. ടോക്കൺ ഫീസ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസിൻ്റെ ഒരു പാർട്ടാണ്. അതായത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എത്രയാണോ ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ളത് ആ ടോക്കൺ ഫീസിൻ്റെ ബാക്കി പേ ചെയ്താൽ മതിയാവും കോളേജിൽ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ആണ് നിങ്ങളുടെ കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് എങ്കിൽ അതിൻ്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് സ്റ്റാറ്റസിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രമായിട്ട് അറിയാനായിട്ട് സാധിക്കും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ. പിന്നെ ഏതൊക്കെ സ്റ്റുഡൻസിന് ഏതൊക്കെ കോളേജസിലാണ് എത്ര റാങ്ക് എത്ര ഇൻഡെക്സ് ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയെന്ന് അറിയാനായിട്ട് അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും. അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ടോപ്പിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് കോഴ്സാണ് വേണ്ടുന്നത് ആ കോഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് കോളേജാണ് നോക്കാൻ താല്പര്യം ആ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോളേജിൽ അലോട്ടഡ് ആയിട്ടുള്ള അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ അങ്ങനെ ഓരോ കോഴ്സസിന്റെയും അതിനനുസരിച്ചുള്ള കോളേജസിലും ഇതുപോലെ തന്നെ എടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും അതായത് എടുത്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെ കുറേ പേർക്ക് അവർ ആഗ്രഹിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജസ് കിട്ടിയിട്ടുണ്ടാവാം. കുറച്ച് പേർക്ക് അവർ ആഗ്രഹിച്ച കോഴ്സ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ചിലവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവത്തില്ല. ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജ് കിട്ടാത്തവർക്കും പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് ഒന്നും കിട്ടാത്തവരോടുമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് മാത്രമേ ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുള്ളൂ. ഇനിയും അലോട്ട്മെന്റ്സ് ഉണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് സീറ്റ് വേക്കൻസി വരെയാണെങ്കിൽ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് കാണുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റ് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇനിയും ചാൻസസ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക. സോ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ടോട്ടൽ 20 കോളേജസ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വച്ചതെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നേരത്തെ വച്ചെന്ന് വിചാരിക്കാം. 20 കോളേജസ് ആണ് വെച്ചത്. നിങ്ങൾക്ക് 10ാമത് വെച്ച കോളേജ് ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ 11 മുതൽ 20 വരെയുള്ള അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷൻസിനെയാണ് ലോവർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് 11 തൊട്ട് 20 വരെയുള്ള ഈ ലോവർ ഓപ്ഷൻസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിന് തൊട്ട് മുകളിലുള്ള കോളേജ് ഓപ്ഷൻസിനെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ 10ാമത് ഓപ്ഷൻ വെച്ച ഒരു കോളേജാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയെന്ന് വിചാരിക്കാനാണ് പറഞ്ഞത്. സോ അതിൻ്റെ മുകളിലോട്ടുള്ള 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസിനെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹയർ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തതിൽ നിന്നും വേറെ കോളേജസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് മാറാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഒരു കേസ്. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് വെച്ച ഓപ്ഷൻ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതെങ്കിൽ ലോവർ ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും എന്ന് പറഞ്ഞു. ഫസ്റ്റ് വെച്ച ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് അതിൻ്റെ മുകളിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതിനാൽ നിങ്ങൾ ആ ഒരു കോളേജിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ലാസ്റ്റ് ജോയിൻ ചെയ്യേണ്ടി വരും. വേറൊരു ഓപ്ഷൻ ഇല്ല. സോ ഇതുകൊണ്ടാണ് ഓപ്ഷൻസ് ഒക്കെ സൂക്ഷിച്ച് കൊടുക്കണമെന്ന് നേരത്തെ പറയാനുള്ള കാര്യം. സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി നേരത്തെ കൊടുത്ത കോളേജ് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും മാത്രമാണ് സാധിക്കുന്നത്. അല്ലാതെ നേരത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കോളേജസ് വീണ്ടും പുതിയതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി പുതിയ കോളേജസ് അപ്രൂവ് ചെയ്ത് വരികയാണെങ്കിൽ ആ ടൈമിൽ അങ്ങനെയുള്ള കോളേജസ് ഒക്കെ ആഡ് ചെയ്യാൻ ചാൻസ് തരുന്നതായിരിക്കും. അല്ലാതെ വേറെ കോളേജസ് ഒന്നും തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഹയർ ഓപ്ഷൻസിനെ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ ഹയർ ഓപ്ഷൻസിലുള്ള ഏതെങ്കിലും കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആയിട്ടാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറെ സീറ്റ് കിട്ടുന്നത്. സോ ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഹയർ ഓപ്ഷൻസ് അങ്ങനെ ഇട്ടിരുന്നാൽ മതി. അല്ലാത്തവർ ഹയർ ഓപ്ഷൻസ് വേണ്ട എങ്കിൽ റിമൂവ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്.
അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ മാത്രം ടോക്കൺ ഫീസ് അടച്ചാൽ മതി. ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച കോളേജ് കിട്ടിയില്ല എങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും ടോക്കൺ ഫീസ് അടയ്ക്കണം. സോ ടോക്കൺ ഫീസ് അടയ്ക്കുക. സോ നിങ്ങൾക്ക് കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു, വേണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് നേരത്തെ കൊടുത്ത കോളേജ് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് എന്താണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ വേറൊരു കോളേജ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ എന്താണ് നിങ്ങൾക്ക് ആ കോളേജിലോട്ട് മാറാനായിട്ട് സാധിക്കുന്നതാണ്. ടോക്കൺ ഫീസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. പിന്നെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി ടോക്കൺ ഫീ അടച്ചു, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്താണ് വേറൊരു കോളേജ് ഒന്നും കിട്ടിയില്ല എങ്കിൽ, അതായത് ഹയർ ഓപ്ഷൻസ് ഒന്നും കിട്ടിയില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആവുന്ന ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സീറ്റ് ക്യാൻസൽ ആവത്തില്ല. അപ്പോൾ സീറ്റ് ക്യാൻസൽ ആവണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജാണ് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ക്യാൻസൽ ആയിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് കിട്ടുന്നത്. അല്ലാതെ സീറ്റ് ക്യാൻസൽ ആവത്തില്ല ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ. ബെറ്റർ ഓപ്ഷൻസ് നോക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഹയർ ഓപ്ഷൻസ് ഇട്ടിരുന്നാൽ മതിയാവും. അല്ലാത്തവർ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെന്നുള്ളവർക്ക് റീഅറേഞ്ച് ചെയ്യാം, റിമൂവ് ചെയ്യണമെന്നുള്ളവർക്കും റിമൂവ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. സോ ഇതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറൊരു കോളേജാണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾ വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ടോക്കൺ ഫീസ് ഒരിക്കൽ അടച്ചാൽ മതിയാവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവർക്ക് ആദ്യമായിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ആ ടൈമിൽ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയോ ഇല്ലയോ എന്നും കൂടെ പറയുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ഒന്നും കിട്ടാത്തവർ കോളേജ് ഓപ്ഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചെയ്യുക. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടവർ ടോക്കൺ ഫീസ് കൃത്യസമയത്ത് തന്നെ അടയ്ക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അലോട്ടഡ് ലിസ്റ്റ് ഓരോ അലോട്ട്മെൻറ്റ് കഴിയുന്തോറും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ആരൊക്കെയാണ് ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ളത്, കോളേജിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അലോട്ടഡ് ലിസ്റ്റിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.